സമയവും രീതിയും തീരുമാനിച്ച് തിരിച്ചടിക്കാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗം തീരുമാനിച്ചു. ഭീകരതയ്ക്ക് കനത്ത പ്രഹരം നൽകാനാണ് സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അന്തിമ തീരുമാനമെടുക്കേണ്ട ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം നാളെ ചേരും. ഇതിന് മുന്നോടിയായിരുന്നു ഇന്നത്തെ യോഗം. ഡിഫൻസ് ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, നിർണായകമായ തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. സൈന്യത്തിന് തീരുമാനിക്കാം ഏത് തരത്തിൽ തിരിച്ചടിക്കണമെന്നുള്ളതല്ലേ? അതുതന്നെയാണ് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും കനത്ത ഭീകരാക്രമണത്തിൽ കടുത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം വ്യക്തമാക്കിയിരുന്നു. അത്തരം തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് വരുന്നത്. ഇന്നിപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉന്നതതല യോഗമാണ് ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാജ്നാഥ് സിംഗിന് പുറമെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും 3 സേനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഈ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നിർദ്ദേശം ഈ സേനകൾക്ക് നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സ്വാഭാവികമായും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നാളെയാണ് യോഗം ചേരുന്നത്. അങ്ങനെ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് പ്രധാനപ്പെട്ട 4 വകുപ്പുകളുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ ആഭ്യന്തര ധന മന്ത്രാലയത്തിന്റെയും മന്ത്രിമാരും സെക്രട്ടറിമാരും പ്രധാനമന്ത്രിയും ചേരുന്ന ഈ യോഗമാണ് അന്തിമമായ തീരുമാനം നാളെ എടുക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എപ്പോൾ ഏത് സമയത്ത് എങ്ങനെ തിരിച്ചടി നൽകണം എന്നതിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഔദ്യോഗിക തീരുമാനം നാളെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതോടൊപ്പം ഈ ഭീകരാക്രമണം ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സമാന്തരമായി തന്നെ ലോക രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര ബന്ധവും ശക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളുമായി ഇന്ത്യയുമായി ജിയോ പൊളിറ്റിക്സിലും അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിലും സഹകരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു മൂവിലേക്ക് നീങ്ങുന്നത്, എന്താണ് പാകിസ്ഥാനിലെ സാഹചര്യം, ഇതിന് പിന്നിൽ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് എങ്ങനെയാണ്, ഇതിന് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തിരിച്ചടിക്ക് നിർബന്ധമായിരുന്ന സാഹചര്യം, നദീജല കരാറടക്കം മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എന്തുകൊണ്ട് പോയി, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര ബന്ധത്തിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം പിന്തുണ. അങ്ങനെ ഒരു കനത്ത തിരിച്ചടിയിലേക്കാണ് പോകുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി ഇങ്ങോട്ട് ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയെ പോലെ എല്ലാ കാലത്തും സമാധാനം ആഗ്രഹിക്കുന്ന, ലോകത്ത് യുദ്ധത്തിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അതിനെ മറ്റ് രാജ്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഒരു കടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ അത്തരമൊരു നീക്കം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കിരൺ, ഈ നയതന്ത്ര തലത്തിൽ നിർണായകമായ നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള യോഗങ്ങളിൽ അതൊക്കെ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ കിരൺ, ഇപ്പോൾ ഈ സൂചിപ്പിച്ച വിഷയങ്ങൾക്കപ്പുറം നയതന്ത്ര തലത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നൽകാനുള്ള ആലോചന, ഈ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചതിന് സമാനമായ രീതിയിലുള്ള മറ്റെന്തെങ്കിലും ആലോചന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടോ? ആര്യ, സ്വാഭാവികമായും ഇപ്പോൾ ഒരു യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുണ്ട്. യുദ്ധം പോലും വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാവില്ല. സ്വാഭാവികമായും ഇന്ത്യ അങ്ങനെ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകോപനത്തിൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യ ഒരു കനത്ത തിരിച്ചടിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ലോകത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള ജിയോ പൊളിറ്റിക്സിൽ പാകിസ്ഥാനെ സഹായിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾ, ഇന്ത്യയുമായി പ്രതിരോധ മേഖലയിൽ സഹകരിക്കുന്ന പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളെയൊക്കെ ഈ വിഷയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സമാന്തരമായി തന്നെ അതിനുള്ള ഒരു ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള നദീജല കരാർ മരവിപ്പിച്ചു. പാകിസ്ഥാന്റെ കാർഷിക മേഖലയും പാകിസ്ഥാന്റെ ദൈനംദിന ജീവിതവും കുടിവെള്ളവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ് ഈ നദീജല കരാർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 6 നദികളിൽ നിന്നാണ്, സിന്ധു നദിയുടെ 6 പോഷക നദികളിൽ നിന്നാണ് പാകിസ്ഥാനിന് ലഭിക്കുന്ന ജലത്തിന്റെ പകുതിയിലധികവും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു
തീരുമാനത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ മറിച്ച് ഒരു ആക്രമണത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു കൺസെൻസസ് ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്കുണ്ട്. അത് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇന്ത്യൻ സേനയ്ക്ക് ഏതെല്ലാം തരത്തിൽ നീങ്ങാൻ കഴിയും. ഇനിയും തുടർ ആക്രമണങ്ങൾ, ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തുടർ ആക്രമണം സ്വാഭാവികമായും നടത്തുക എന്നുള്ളത് ഈ ഭീകര സംഘടനകളെ, പ്രത്യേകിച്ച് ലഷ്കർ എ തോയ്ബ പോലുള്ള സംഘടനകളുടെ ഒരു പതിവ് രീതിയാണ്. അതിനെ എന്തായാലും ഫലപ്രദമായി തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ആക്രമണം മാത്രമായിരിക്കില്ല തീവ്രവാദ സംഘടന രൂപപ്പെടുത്തുക. സമാനമായി അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തുക എന്ന രീതി കൂടിയുണ്ട്. അതിനെയൊക്കെ ഫലപ്രദമായി തടയാനും തീവ്രവാദികളെ അടക്കം കൊലപ്പെടുത്താനും അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലൊക്കെ നീങ്ങുമ്പോഴും ഇന്ത്യൻ പക്ഷത്ത് വിജയം ഉറപ്പിക്കാനും ഒക്കെ ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചടി നൽകുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക്, അത് ഏത് തരത്തിൽ വേണമെന്നതിന് എന്തായാലും ഇപ്പോൾ സൈനികമായ ഒരു തിരിച്ചടി കൂടി ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് എന്തായാലും ഇന്നത്തെ യോഗത്തിൽ നിന്ന് വരുന്നത്. അത്തരം ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികൾക്ക് നൽകിയത് എന്നതാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം വിവരങ്ങളൊക്കെ ഒരു രാജ്യം ഔദ്യോഗികമായി പറയാതെ നമുക്ക് ഔദ്യോഗിക സ്ഥിരീകരണം എന്ന നിലയ്ക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ വാർത്താ ഏജൻസികൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് അത്തരത്തിലേക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം, എപ്പോൾ എങ്ങനെ വേണം തിരിച്ചടി നൽകേണ്ടത്, അതിന് സേനയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു തീരുമാനം എന്തായാലും അനൌദ്യോഗികമായിട്ടായാലും വന്നിരിക്കുന്നു. ഇനി ഔദ്യോഗികമായ തീരുമാനം, ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ്. അത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ, പ്രതിരോധ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, വിദേശകാര്യ വകുപ്പ്, ധനവകുപ്പ്, ഈ 4 വകുപ്പുകളുടെ മന്ത്രിമാരും ഇവർ ആണ് പ്രധാനമായും യോഗത്തിലുണ്ടാകുക. സ്വാഭാവികമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചിലപ്പോൾ ഈ 4 വകുപ്പുകളുടെ സെക്രട്ടറിമാരും ചില ഘട്ടങ്ങളിൽ സൈന്യത്തിന്റെ ചുമതലയുള്ള മേധാവിമാരെ ഒക്കെ വിളിച്ചു വരുത്താറുണ്ട്. ആ ഓരോ വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അത്തരം ഒരു യോഗം ചേർന്ന് ആ യോഗത്തിലാണ് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇന്ത്യ അത്തരം ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള ഔദ്യോഗികമായ തീരുമാനം. അത് നാളെ എന്തായാലും അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു യോഗത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ അതിന് മുന്നോടിയായി സൈന്യത്തിന് ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിന് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം സാധ്യതകളുണ്ട്, ആഭ്യന്തരമായി ഏതെല്ലാം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, അതിനെ ഏതെല്ലാം തരത്തിൽ തടസ്സപ്പെടുത്താം. അങ്ങനെ ഒരു തിരിച്ചടിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ച് നാളെ പോയി ബോംബിട്ട് മടങ്ങി വരിക എന്നുള്ളതല്ല. ഒരു രാജ്യത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ആ കാര്യത്തിലൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങളൊക്കെ എന്തായാലും ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് അത്തരം ഒരു തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല. നാളെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേർന്ന ശേഷമായിരിക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും ശക്തമായ തിരിച്ചടിയുമായി സൈന്യത്തിന് മുന്നോട്ട് പോകുന്നു. സൈനികപരമായിട്ടുള്ള ശക്തമായ തിരിച്ചടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം നമുക്ക് മുന്നിൽ ലഭ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ളത്, പ്രത്യാക്രമണം നടത്തുമെന്ന് പാകിസ്ഥാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസമൊക്കെ അവർ കാണിക്കുന്നുമുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അവരുടെ ആക്രമണത്തിന് അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷിക്കും ആയുധശേഷിക്കും ഒക്കെ കരുത്ത് പകർന്നുകൊണ്ട് ചൈനയുടെ പിന്തുണ കൂടി ആ ഘട്ടത്തിൽ വന്നത്. ഈ ചൈനയുടെ പിന്തുണയെ അത് ഏത് തരത്തിലാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്? അത് മറ്റ് ലോകരാജ്യങ്ങളെ ഇപ്പോഴുള്ള സാഹചര്യം മനസ്സിലാക്കി കൊടുത്തപ്പോൾ, ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ചൈനയുടെ ഒരു ഇടപെടലിനെ ഏത് തരത്തിലാണ് രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ അടക്കം അഭിസംബോധന ചെയ്തത്? ഇതെല്ലാം നയതന്ത്ര നീക്കവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് പൂർണ്ണമായും അത്തരം വിവരങ്ങളൊക്കെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി ചെയ്യുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയാൻ കഴിയുക. ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയുമായി ഒരു പകരച്ചുങ്ക പോരിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യാപാര പോരിലൊക്കെ നിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാമ്പത്തിക ശക്തികളാണ് അമേരിക്കയും ചൈനയും. അത്തരമൊരു ഘട്ടത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ സഹായം തള്ളിക്കളയാൻ ഈ സമയത്ത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനയെ അങ്ങനെ ഒരു പരസ്യമായ തലത്തിലേക്ക് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിനൊക്കെ സാങ്കേതികമായും തന്ത്രപരമായിട്ടും ഒക്കെ ചൈനയ്ക്ക് പ്രയാസമുള്ളൊരു ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് അമേരിക്ക മറുപക്ഷത്ത് നിന്ന് അമേരിക്കയുമായി ഒരു വലിയ പോരിലേക്ക്, അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഇതിൽ ഇളവ് നൽകിയപ്പോഴും ചൈനയ്ക്ക് മാത്രമാണ് ഇളവ് നൽകാൻ തയ്യാറായിരുന്നത്. ട്രംപ് ഭരണകൂടം വന്ന ശേഷം ചൈന ആ തരത്തിലേക്ക് സാമ്പത്തികമായി പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഉപരോധിക്കുക എന്ന അത്തരമൊരു നീക്കത്തിലേക്ക് കൂടിയൊക്കെ പോകുന്നുണ്ട്. അത് സാമ്പത്തികമായൊരു നഷ്ടം ചൈനയ്ക്ക് ആ തലത്തിലുണ്ട്. വാണിജ്യ തലത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഒരു പ്രധാനമായ ഒരു ചൈനയുമായി ആ തരത്തിൽ അമേരിക്ക നടത്തുന്ന വ്യാപാര ബന്ധം പോലെ തന്നെ വ്യാപാര ബന്ധമുള്ള ഒരു വിശാലമായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു പിണക്കിക്കൊണ്ട് അത്ര ഒരു നീക്കത്തിലേക്കൊക്കെ ചൈനയ്ക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ അത്തരം നീക്കങ്ങളിലൊക്കെ, നിങ്ങൾ നടത്തുന്ന നീക്കങ്ങളിലൊക്കെ ഇന്ത്യക്കെതിരായ ഒരു നിലപാട് ഈ സമയത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിൽ ഇന്ത്യ പ്രതിരോധിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ ചൈനയുമായും നയതന്ത്ര ബന്ധത്തിലൂടെ ഇന്ത്യ അറിയിക്കാൻ സാധ്യതയുണ്ട്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയ്ക്ക് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും ഒക്കെ, 2 രാജ്യങ്ങളിലെയും സൗഹൃദ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം രാജ്യങ്ങളുമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ
ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം, ആ വിഷയങ്ങളൊക്കെ അവർ അത്തരം കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുക. അങ്ങനെ ലോക രാജ്യങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം നേടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് മാത്രമേ, അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ഇന്ത്യക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകുക. പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാകിസ്ഥാന് ഇന്ത്യയെ പോലെയല്ല, ഒരു സുസ്ഥിരമായ ഒരു വികസനത്തിലേക്ക് പോകുന്ന ഒരു രാജ്യമല്ല. അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്. പട്ടാള ഭരണാധികാരികളും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭരണാധികാരികളും തമ്മിൽ പലതരത്തിലും രാഷ്ട്രീയ പോരൊക്കെ നടക്കുന്നതാണ്. ഇന്ത്യയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ആക്രമണങ്ങളൊക്കെ നടന്ന ഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ സൈന്യം അല്ലെങ്കിൽ അവിടെ ആ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഘട്ടത്തിലൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും രൂക്ഷമായ രീതിയിൽ പ്രകോപനകരമായ സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് പ്രതിപക്ഷ പാർട്ടികൾ. ബിലാവൽ ഭൂട്ടോയൊക്കെ അതിരൂക്ഷമായിട്ടാണ് ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്നത്. ഇന്ത്യയിൽ വെള്ളം തടഞ്ഞാൽ ഈ പുഴയിലൂടെ ഞങ്ങൾ രക്തമൊഴുക്കും എന്നുള്ള മട്ടിലൊക്കെയാണ് പ്രതികരിക്കുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിലെ ഭരണാധികാരികളെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് ഈ തരത്തിൽ ഒക്കെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറയേണ്ടത് രാഷ്ട്രീയമായി കൂടി അവരുടെ ആവശ്യമാണ്. പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും അങ്ങനെ ഒരു ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയാൽ എന്താവും ആ രാജ്യത്തിന്റെ ഭാവി എന്ന തരത്തിൽ ഒക്കെ ആശങ്കയുണ്ട്. ഇന്ത്യയും സ്വാഭാവികമായും അത്തരമൊരു നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുക, അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാൻ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ പാകിസ്ഥാന് എങ്ങനെ തിരിച്ചടി നൽകണം, അതിന് എങ്ങനെ യുദ്ധത്തിന് മുമ്പുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്, അത്തരം കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. സൈനികമായ ഒരു നടപടിയാണ് വേണ്ടെങ്കിൽ അതിനും കൂടി ഇന്ത്യ ഒരുങ്ങുന്നു. നയതന്ത്ര തലത്തിൽ ഏതെല്ലാം തരത്തിലേക്കുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്താം, അത് മറ്റു തരത്തിൽ അന്തർദേശീയ തലത്തിൽ നടക്കുന്നു. മറ്റു തലത്തിൽ ഈ തുടക്കത്തിൽ തന്നെ നടപ്പാക്കിയ നദീജല കരാറടക്കം റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കുക വഴി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയന്ത്രണ രേഖയടക്കം ഞങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും സ്വാഭാവികമായും ആ തരത്തിലേക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, POK അടക്കം പിടിച്ചെടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെ അതിസങ്കീർണമായ ഒരു പ്രക്രിയയൊക്കെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ആലോചിച്ചും കൂടുതൽ കാര്യങ്ങളൊക്കെ കണ്ടും മാത്രമേ ഇന്ത്യയായാലും പാകിസ്ഥാനായാലും അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാനും കഴിയൂ. തീർച്ചയായും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സൈനികമായ തിരിച്ചടിക്ക് കൂടി രാജ്യം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.